ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാൻ എന്നുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ബേക്കൽ ഫോർട്ടിലാണ്. ബേക്കൽ ഫോർട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നെൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് 25 രൂപയാണ് ചാർജ്. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള പേരൊക്കെ ഉള്ളൂ. ഇവിടെ ഡിജിറ്റലൊന്നുമില്ല, ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ഇവിടെ ക്ലോക്ക് റൂമുണ്ട്, മറ്റ് ഫസ്റ്റ് എയ്ഡിൻ്റെ സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ 1:30 ആയപ്പോഴാണ് എത്തിയത്. ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് കോട്ടയൻ്റെ അകത്തേക്ക് കയറണം. ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ പിന്നെ പേ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് നേരെ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴാണ് കോട്ടയൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോട്ടയൻ്റെ പുറം ഭാഗമാണ്. മുൻവശത്ത് ഉള്ള പുറം ഭാഗമാണ് കാണുന്നത്. വീഡിയോ കാണുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായും രേഖപ്പെടുത്തുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. ഇതൊക്കെ കാണുന്നത് കോട്ടയൻ്റെ പുറം ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെ കയറുന്ന എൻട്രൻസിനോട് ചേർന്നുള്ള പുറം വശത്തെ കാഴ്ചകളാണ്. രണ്ട് സൈഡിലും ഉണ്ട്. അതുപോലെ എൻട്രൻസിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വലിയൊരു ഇന്ത്യൻ ഫ്ലാഗൊക്കെ ഇവിടെയുണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് ഉയരത്തിൽ പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഊറ്റൻ 2 ഗേറ്റുകൾ കാണാം. അകത്തേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഊറ്റൻ 2 ഗേറ്റാണ് നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് കയറി പോകുന്നത്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കയറുന്ന സമയം, വിസിറ്റിംഗ് ടൈം 8 AM to 5 PM. എൻട്രൻസ് ഫീസ് 25 റുപ്പീസ് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ, എൻട്രൻസിൻ്റെ അകത്തേക്ക് കയറിയ പാടെ പുറത്തുനിന്ന് നമ്മൾ കണ്ട ഭാഗങ്ങളുടെ അകത്തെ കാഴ്ചകളാണ്. ഇതിൻ്റെ നിർമ്മിതി മുഴുവൻ ചെങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. വലിയ കോട്ടവാതിലും ഗേറ്റും നമ്മളെ വല്ലാതെ ആകർഷിക്കും. ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് തോന്നും. അതിനു വേണ്ടിയിട്ട് കല്ലും കൽപ്പൊടിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അതും കാണുന്നുണ്ട് ഇവിടെ. അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒക്കെ കാണാനുണ്ട്. അവിടെ എന്തോ ഇടിഞ്ഞ ഭാഗമുണ്ട്. ആ ഭാഗത്ത് എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആയി കാണുന്നത്. ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. ശിവപ്പ നായിക്ക് 1650 ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അറബിക്കടലിന് അഭിമുഖമായി പണിത ഈ കോട്ട ഒരു വിസ്മയം തന്നെയാണ്. നമുക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഒരു വ്യൂ, അതായത് പിന്നെ പ്രവേശന കവാടം കഴിഞ്ഞപാടുള്ള ആ ഭാഗത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആ കാഴ്ചകളാണ് അത് നമുക്കിവിടെ മൊത്തമായിട്ട്. ഇവിടെ ഇതിനോട് ചേർന്നൊരു ചെറിയ ക്ഷേത്രമുണ്ട്. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. കോട്ടയൻ്റെ അകത്ത് വന്നു, ഫോർട്ടിൻ്റെ അകത്ത് വന്നു. ഫോർട്ടിൻ്റെ അകത്ത് ആ എൻട്രൻസും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഉണ്ട് പിന്നെ ഫോർട്ടിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്മാരകം പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പുരാതന അവശിഷ്ടങ്ങളും സംബന്ധിച്ച് 1958 ആക്ട് അനുസരിച്ച് 2010 നിയമ ഭേദഗതിയോടുകൂടി പ്രാബല്യത്തിൽ വന്ന പ്രകാരം ഈ സ്മാരകത്തെ നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ രൂപമാറ്റം വരുത്തുകയോ വിരൂപപ്പെടുത്തുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് 2 വർഷം കഠിന തടവോ തത്തുല്യമായ തുകയോ പിഴയായി ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോട്ടയൻ്റെ അകത്തേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യം കയറി വന്നത് ചെറിയ പിന്നെ പ്രവേശന കവാടമാണ്. ഇതാണ് മെയിൻ ഗേറ്റ്. കോട്ടയൻ്റെ അകത്ത് കയറി കഴിയുമ്പം ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ബേബി കെയർ റൂമിലേക്ക് ഉള്ള വഴി കാണിച്ചിട്ടുണ്ട്. ടോയ്ലറ്റിലേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെ 3-4 സ്ഥലങ്ങളിലേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെടി, ആ പോകുന്ന 2 വഴി സൈഡിലും മനോഹരമായിട്ട് ചെടികൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നടന്ന് കയറിപ്പോയാൽ അതെല്ലാം കല്ല് പാകിയിട്ടുണ്ട്. നിലത്തെല്ലാം കല്ല് പാകിയ വഴികളൊക്കെയാണ്. അങ്ങോട്ടും ഉണ്ടാക്കും ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ടാക്കും കല്ല് പാകിയ വഴികൾ. ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ 2-3 വഴികളാണ് ഇതിലേക്ക് തിരിഞ്ഞുണ്ട് കാണിക്കുന്നുണ്ട്.
നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ആദ്യം ഈ സെൻട്രൽ വഴിയിൽ കൂടെ പോയിട്ട് ഉള്ള കാഴ്ചകൾ കാണാം. സെൻട്രൽ വഴി നല്ല വെയിലാണ്, പക്ഷെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ നല്ലൊരു മാവുണ്ട്, അതിൻ്റെ ചുവട്ടിലെല്ലാവരും ഇരിക്കുന്നത് കണ്ടോ. കാഴ്ചകൾ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വെയിലിൻ്റെ കാഠിന്യം നമുക്ക് അത്ര ഫീൽ ചെയ്യൂല, നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തേക്ക് മൊത്തം കല്ല് പാകിയ വഴിയാണ്, ആ വഴി കൂടെ തന്നെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതിൻ്റെ രണ്ട് സൈഡും കണ്ടോ ചെടികളും എല്ലാം വെച്ച്, അതിപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തെങ്ങാണ്ട് വെച്ചാന്ന് തോന്നുന്നു, എല്ലാം സംരക്ഷിക്കുന്നവരുണ്ടാകുന്ന തോന്നുന്നു. നല്ല തളുത്ത് നിൽക്കുന്നത്, വെയിലുണ്ടായിട്ടും അതെല്ലാം നിൽക്കുന്നത്, അത് നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഇവിടെ ആ പോകുന്ന വഴീൻ്റെ ഓപ്പോസിറ്റ് എന്തോ ഒരു പഴയ പുരാവസ്തു കാലത്ത് തന്നെയുള്ള ഇതാന്ന് തോന്നുന്നു, സ്റ്റേജോ എന്തിൻ്റെ ഒരു ഭാഗങ്ങൾ. അതെല്ലാം കല്ലൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്, എന്താണോ അതെന്ന് അവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ കണ്ടോ അപ്പുറത്തെ ആ ഭാഗങ്ങളെല്ലാം ഇവിടുന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും. പഴയ കാലത്തെ ഒരു കിണറാണ്, അത് ഗ്രില്ലൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ കാണാം. വെള്ളമുണ്ട് കേട്ടോ, വെള്ളം കാണുന്നുണ്ട്, അത് ഗ്രില്ലെല്ലാം വെച്ച് മൂടിയിട്ടിരിക്കുന്നത്, പഴയ കാലത്തെ കിണറാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പം കോട്ടയൻ്റെ മറ്റൊരു ഭാഗം കാണാം കണ്ടോ, അതിൻ്റെ മുകളിലേക്കൊക്കെ ആൾക്കാർ കയറിപ്പോവും ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ചുറ്റുവട്ടത്തൊക്കെ മനോഹരമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയ വഴികളും അതിൻ്റെ അടുത്തൊക്കെ പഴയ രീതിയിലെ നിർമ്മാണ രീതികളും. ഇവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ മാവുകളുണ്ട്, പൊക്കം കുറഞ്ഞ മാവുകൾ, അതിൻ്റെ ചുവട്ടിലൊക്കെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്, അവിടെയുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെയുള്ളൊരു മറ്റൊരു നിർമ്മിതിയാണ്, പഴയ കാലത്ത് നിർമ്മിതിയാണ്. കിണറാണോ അതോ കുളമാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, അവിടെ എഴുതിയൊന്നും വെച്ചില്ല. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കൊരു കിണറിൻ്റെ ആകൃതി കാണാം, അതിൻ്റെ പടയൊക്കെ കാണാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി വരാനൊരു പടവുകളും കാണാം. കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ, പക്ഷേ നല്ല ചെരിവും പിടിച്ച് കയറാൻ പിന്നെ കൈപ്പിടിയുണ്ട്, അതുകൊണ്ട് കയറുന്ന ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ കയറുന്നുണ്ട്. നമുക്കൊന്ന് മുകളിലോട്ട് കയറിയിട്ട് മുകളിൽ നിന്നുള്ള കാഴ്ചകളൊന്നും കണ്ടുപോകാം. ഇതിലാണ് ഇതിൻ്റെ നിർമ്മിതി. മുകളിലേക്ക് കയറിപ്പോകാൻ കൈപ്പിടി ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരത്തിന് മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറിപ്പോകുന്നത്. പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിൽ എത്തിക്കുന്നതിനായി ചെരുവ് തലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിലിടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തപ്പെടുത്തിയിരിക്കുന്നു. നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. ഇതിലായി ഒരു അഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയും ഉണ്ട്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേരള സർക്കാർ ബേക്കലിൻ്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി ബേക്കൽ റിസോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപവൽക്കരിച്ചു. സന്ദർശിക്കാൻ വരുന്നവർക്ക് തൊട്ടടുത്തായുള്ള കുമ്പളയിലെ അനന്തപുരം തടാക ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. താഴെ ഭാഗത്ത് പള്ളിക്കര ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഫിഷിംഗ് ഹാർബറും അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. പിന്നെ താഴെ കൂടാതെ മാവുകൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അടുത്തടുത്തടുത്ത് മാവുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ മനോഹരമായ പച്ചപ്പും കാസർഗോഡ് ജില്ലയുടെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളും വളരെ ദൂരെയായുള്ള പള്ളിയുടെ മിനാരവും ഒക്കെ നമുക്ക് കാണാം. ഇപ്പം കണ്ടോ ഒരു തറ കെട്ടിയതുപോലൊരു കുറേ ഭാഗങ്ങളാണ്. എന്താണിതെന്നറിയില്ല, എന്തെങ്കിലും പഴയ കാലത്തെ ഇതാണോന്നറിയില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ തറ പോലെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഇടയ്ക്ക് കുഴികളും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും നിർമ്മിതി ഉണ്ടായിരുന്നതാണോ എന്നറിയില്ല. പക്ഷെ ഇവിടെ ബോർഡൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുഴികളുണ്ട്. പഴയ നിർമ്മിതിയിൽപ്പെട്ട എന്തോ ആണിത്, എന്താണ് എന്നറിയില്ല.
ഇതൊക്കെ നശിച്ചു പോയതിൻ്റെ ബാക്കി ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടെ ഇറങ്ങി താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കയറിയ നിരീക്ഷണ ഗോപുരത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. നിരീക്ഷണ ഗോപുരത്തിൻ്റെ അടുത്ത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ആയുധപ്പുര കാണുന്നുണ്ട്. പക്ഷേ ആയുധപ്പുരേൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ആയുധപ്പുരേൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വീണ്ടും മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ മറ്റൊരു നിരീക്ഷണ ഗോപുരമുണ്ട്. അതിന് മുകളിലേക്കുള്ള കയറിപ്പോകുന്ന സ്റ്റെപ്പുകളും കാഴ്ചകളും ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്ന് കോട്ടയൻ്റെ നമ്മൾ കയറിപ്പോയ ആ വലിയ കൊത്തളത്തിൻ്റെ എല്ലാം ഭാഗങ്ങൾ കണ്ടോ, അതെല്ലാം കാണാനൊരു നല്ല ഭംഗിയുണ്ട്. ഇതൊരു സൈഡ് ഭാഗത്തുള്ള ഒരു കൊത്തളത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് കാണുന്ന വ്യൂ ആയത്. കയറി വരുന്ന വഴികളൊക്കെ മനോഹരമായി ചെങ്കല്ലുകൾ പാകിയിരിക്കുന്നു. യഥേഷ്ടം ആയുധങ്ങൾ കൊണ്ടുപോകാൻ ഉള്ള രൂപത്തിലാണ് ഇതിൻ്റെയൊക്കെ രൂപകൽപ്പന ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൂടെയൊക്കെ നടവഴികളുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പം ഉപയോഗിക്കുന്നില്ല. അതെല്ലാം അടച്ചിട്ട് ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിട്ടിരിക്കുന്നുണ്ടോ. ഇതിനകത്തൂടെയൊക്കെ നടന്നു പോകാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭൂമിക്കടിയിൽ കൂടി ഇടുങ്ങിയതും മനോഹരമായതുമൊക്കെ വഴികൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കതിനകത്തൊന്നും കയറിപ്പോകാൻ പറ്റില്ല. കോട്ടയൻ്റെ ചുറ്റും ഇതേപോലെ നടപ്പാതയുണ്ട്. മുകളിൽ കൂടെ അറബിക്കടലും ഭാഗങ്ങളും പള്ളിക്കര ബീച്ചും എല്ലാ ഭാഗങ്ങളും കണ്ട് ചുറ്റും ഇങ്ങനെ നടക്കാം. പക്ഷേ ഈ വെയിലെല്ലാം കുറഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നടക്കാനൊരു സുഖമുണ്ടാകും. ഒരു പക്ഷേ 5 മണി വരെ ഇവിടെ പ്രവേശനമുള്ളതെന്ന് തോന്നുന്നു. 5 മണിക്ക് ശേഷം പ്രവേശിപ്പിക്കില്ല എന്നാണ് അവിടെ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിലിങ്ങനെ നടക്കുമ്പം ഇവിടെ കണ്ടോ ചെറിയ ഓസുകൾ കണ്ടോ. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പീരങ്കികളും അതെല്ലാം പിന്നെ കടലിലേക്ക് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ട ഓൾസുകളാണ്. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പം ഒരു AC-ന്ന് വരുന്നൊരു കാറ്റിൻ്റെ ഒരു പ്രതീതിയുണ്ട്. അതൊരു ഭയങ്കര ഫീലിങ്ങാണ്. ഫോർട്ടിൻ്റെ പുറകു വശത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അതും നല്ല അടിപൊളിയാണ്. ഇടുങ്ങിയ ഒരു വഴിയിൽ കൂടി നമ്മൾ പുറത്തിറങ്ങിയാൽ കാണുന്നത് അതിവിശാലമായ അറബിക്കടലിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ്. ആ ദൃശ്യത്തിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ നടവഴിയും ഒരു നിരീക്ഷണ ഗോപുരവും കാണാം. അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരിക്കും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പാറേൻ്റെ മുകളിലോ കോട്ടമതിലിന് മുകളിലോ കയറരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും പാലിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത്. നല്ല മനോഹരമായ കടൽക്കാറ്റേറ്റ് നമുക്കിവിടെ ഇരിക്കാം. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അതൊരു അപാര സ്റ്റൈലാണ്. എത്ര തന്നെ കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ് കടലും കടലിലെ കാഴ്ചകളും. കടലിലെ തിരമാലകൾ നോക്കിയിരുന്നാൽ നമുക്ക് മതിയാവില്ല എന്ന് നമുക്കറിയാം. അത്രയും മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് കാണുന്ന കാഴ്ച. കടൽ തീരത്തുള്ള കോട്ടയുടെ ദൃശ്യങ്ങൾ നമുക്ക് മനോഹരമായി ഇവിടെ നിന്ന് കാണാം. നമ്മൾ ഇറങ്ങി വന്ന പടവുകളും വഴികളും അതെല്ലാം കണ്ട് മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ബേക്കൽ കോട്ടയുടെ കടൽ തീരം നമുക്ക് നൽകുന്നത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ കാഴ്ചകൾ കാണുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഫാമിലിയായോ നിങ്ങളുടെ സുഹൃത്തുക്കളായോ ഒക്കെ ഇവിടെ ഒന്ന് വരിക. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കടൽ തീരവും എല്ലാം കണ്ട് ആസ്വദിച്ച് ഇവിടുത്തെ പേരാലിൻ്റെ എല്ലാം ചുവട്ടിലിരുന്ന് വിശ്രമിച്ച് നിങ്ങളുടെ ഒരു ദിവസം അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് പോകാം. എന്തായാലും ഇവിടെ വരുന്നത് നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. അത്രത്തോളം ബേക്കൽ കോട്ട നിങ്ങളെ ആകർഷിച്ചിരിക്കും, അത് തീർച്ചയാണ്. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാം ബേക്കൽ ഫോർട്ടിലെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.